ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡണ്ടനാൻ എന്ന് പറയുന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു TV ഷോയാണ്. സെലിബ്രിറ്റിയായ ഒരു കുട്ടിയെ തന്നെ മുമ്പിലിരുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്പിരിറ്റ് മീഡിയം. നിങ്ങൾക്ക് 27 വയസ്സായെന്നും കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ടെന്നും ആ മന്ത്രവാദിനി അവനോട് പറയുന്നു. എന്ന് ഇതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ചക്കാർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവനെ കണ്ട 27 വയസ്സായ നീ ഏതെങ്കിലും മണ്ടന്മാര് പറയോ? ഈ ഷോ കാണുന്നവരൊക്കെ മണ്ടന്മാരാണെന്നാ തോന്നുന്നേ എന്ന് ആ ഷോയുടെ ഭാഗമായിട്ടുള്ളവർ തന്നെ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കാറിൽ തന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മന്ത്രവാദിനിയാണ്. നിങ്ങൾ ആ സാത്താ ദൊദൂരിയല്ലേ? ഞാൻ നിങ്ങളെ TV-യിൽ കണ്ടിരുന്നു. നിങ്ങൾക്ക് ശരിക്കും സൈക്കിക് പവർ ഉണ്ടോ? ഇതിഷ്ടപ്പെടാത്ത സാത്താ, വണ്ടി നിർത്ത്, നീ ഒരുപാട് ഓവർ ആവുന്നുണ്ട് എന്ന് പറഞ്ഞ കാറിന്റെ ഡോർ തുറക്കുന്നു. ഹേയ്, ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഹേയ്, ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്നും പൊക്കോ എന്ന് പറയുവാണ് സാത്ത. പിന്നീട് നമ്മൾ കാണുന്നത് ഓക്കറുടെ ശരീരം മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത ആ ഗോസ്റ്റ് അയാസെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പെട്ടെന്നാണ് ഒരു കട്ടയും ഒരു ആണിയും അങ്ങോട്ട് പറന്നു വരുന്നത്. ഓ, ഇതാണോ കാര്യം? അന്നത്തെ പോലെ പുതിയൊരുത്തിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു ഞാൻ വിചാരിച്ചേ. പ്രായത്തിന്റെ കൂടെ ഒക്കെ ഇപ്പൊ കമ്പനി ആവാൻ തുടങ്ങിയോ? ആ, എന്റെ പേരക്കുട്ടിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, വാ, നമുക്കൊരു കൈ നോക്കാം. സോ അയാസയുടെ മുത്തശ്ശിയാണ് ഈ സാത്ത ദൊദോരിയ. പെട്ടെന്നാണ് ആ ഗോസ്റ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓ, ജസ്റ്റ് മിസ്. എന്റെ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. എനിക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാ നിനക്ക് വേണ്ടി ഞാൻ ആ ട്രാപ്പ് സെറ്റ് ചെയ്തേ. സോ ആ ഗോസ്റ്റിനെ തടയാൻ വേണ്ടി അവരിപ്പോ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ്. അവർക്ക് ചുറ്റും ഒരു സർക്കിൾ വരച്ച് അതിലൊരു മന്ത്ര ആണി വെച്ച് അടിക്കുന്നു. സോ ആ സർക്കിളിനുള്ളിൽ ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ ഒരു ബാരിയർ ആയിട്ട് മാറും. ആ സർക്കിളിന് പുറത്താണ് ആണി അടിക്കുന്നതെങ്കിൽ ആ സർക്കിൾ ഒഴിച്ചു ബാക്കിയെല്ലാം ഒരു ബാരിയർ ആയിട്ട് മാറും. സോ ഗോസ്റ്റ് ആയിട്ട് മാറിയ ഓക്കറോൺ ഇപ്പൊ ആ സർക്കിളിനകത്താണ്. ഇനി സാത്ത വിചാരിക്കാതെ അവനെ കൊണ്ട് പുറത്തു വരാൻ സാധിക്കില്ല. നിന്നെ കൊണ്ട് ഒരുപാട് കാലമൊന്നും എന്നെ ഇതിനകത്ത് അടച്ചു വെക്കാൻ സാധിക്കില്ല. ഞാൻ പുറത്തു വന്ന അടുത്ത നിമിഷം നിന്റെ മരണമായിരിക്കും. അതിന് നിന്നെ ഇതിന്റെ ഉള്ളിൽ അടച്ചു വെക്കുന്നതെന്ന് ആരാ പറഞ്ഞേ? നിന്നെ ഇപ്പോഴേ കൊല്ലാൻ പോവാ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ആ ബേസ്ബോൾ ബാറ്റ് വെച്ച് ആ ഗോസ്റ്റിനെ റൗണ്ടിനകത്തുനിന്നും പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തുപറ്റി? വേദനിക്കുന്നുണ്ടോ? ഈ സർക്കിളിന്റെ അകത്തുനിന്നും പുറത്തു വരാതെ നിന്റെ പവർ നിന്നെ കൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു സർക്കിൾ കൂടി വരക്കുവാണ് സാത്ത. ഒരു പക്ഷേ നീ എന്നെ കൊന്നുകളഞ്ഞ എന്റെ ശാപം ഏറ്റുവാങ്ങി ഈ പയ്യനും മരിച്ചു പോകും. ഓ, അതെനിക്കൊരു വിഷയമല്ല. എന്റെ പേരക്കുട്ടിയെ ആരൊക്കെ ദ്രോഹിക്കുന്നോ അവരെയെല്ലാം ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് സാത്തെ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ആ ബേരർ ആരോ അങ്ങ് മായ്ക്കുന്നത്. സോ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ അയാസെ അതൊരു സ്വപ്നമാണെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ഓക്കറൂണിനെ പറ്റി അവന് ഓർമ്മ വരുന്നത്. ഓടി താഴോട്ട് ചെന്ന അയാസ കാണുന്നത് TV കണ്ടുകൊണ്ടിരിക്കുന്ന തന്റെ മുത്തശ്ശിയാണ്. ഓ, എഴുന്നേറ്റോ? നീ സ്പിരിച്വൽ ഹോട്ട്സ്പോട്ടിന്റെ അടുത്തോട്ട് പോയിരുന്നോ? ഞാൻ പോയില്ല. എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞു വിട്ടു. അതൊരു ചലഞ്ചിന്റെ ഭാഗമായിട്ടായിരുന്നു. ശരി, അതിവിടെ ഇപ്പൊ ആ പയ്യൻ എവിടെയാ എന്ന് ചോദിക്കുകയാണ് അവൾ. ആ ദുഷ്ടശക്തിയെ ഞാൻ കൊന്നു കളഞ്ഞു. ഇത് കേട്ട് അയാസയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്ത്? അവനെ കാണാൻ എങ്ങനെയായിരുന്നു? കണ്ണട ഇട്ടിട്ടുണ്ടായിരുന്നോ? അതെവിടെ? നിനക്കെപ്പോഴാ ഈ പ്രേതഭൂത പിശാചുക്കളെയൊക്കെ വിശ്വാസം വന്നത്? ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള സ്പിരിറ്റ് മീഡിയ ആണെന്നല്ലേ നീ പറയാറ് എന്ന് അവളുടെ മുത്തശ്ശി അവളോട് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി. ആ പയ്യൻ എവിടെയാണെന്ന് ദയവ് ചെയ്ത് പറഞ്ഞതാ എന്ന് അവിടെ ഇരുന്ന് ചോദിക്കുകയാണ് അയാസെ. മെയിൻ ഷെയിനിൽ പോയി നോക്ക്. ഇത് കേട്ടതും പെട്ടെന്ന് അയാസ് അങ്ങോട്ട് ഓടുന്നു. എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചു. അവൻ എന്റെ കൂടെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചേ. എന്ന് ഞാൻ കാരണോ ഇതെല്ലാം സംഭവിച്ചേ. ആ സ്ഥലത്തോട്ട് പോവാൻ പറഞ്ഞ് ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത്. എന്നോട് ക്ഷമിക്കടാ എന്ന് പറഞ്ഞ അയാസെ ആ ഡോർ തുറന്നു നോക്കുന്ന സമയത്താണ് അതിനകത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓക്കറുണ്ട് അവൻ കാണുന്നത്. ഓ മിസ് അയാസേ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളെ കൊന്നുവെന്ന്. സോ അവൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോ അയാസയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നുണ്ട്. മണ്ടന്മാരുടെ കൂടെ ചുറ്റി നടന്നിരുന്ന നീ ഇപ്പോ പ്രേതത്തിന്റെ കൂടെയാണോ കമ്പനി? ഇതിനകത്ത് അവൻ ഇരിക്കുന്നിടത്തോളം നേരം ആ ശാപത്തിന് ഇവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്നാ അവൻ പുറത്തോട്ട് വന്ന അപ്പോ അത് അവന്റെ ശരീരം കൺട്രോൾ ചെയ്യും. അവനെ കൊന്നെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ. നീ എന്തിനാ അവൻ ഇത്ര അധികം കെയർ ചെയ്യുന്നേ? നീ കണ്ടുമുട്ടുന്നവരൊക്കെ മണ്ടന്മാരാണല്ലോ അയാസെ. ഹേയ്, അങ്ങനെയൊന്നുമല്ല. ഇവന്റെ ആ പീനിസ് അത് ആ ടെർബോ ഗ്രാനിയുടെ കയ്യിലാണ്. അവരുടെ കയ്യിൽ അതിരിക്കുന്നിടത്തോളം നേരം ഇവന്റെ ശാപം പോവില്ല. അതവന് നഷ്ടപ്പെടാൻ കാരണം തന്നെ ഞാനാ. അത് തിരിച്ചു മേടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ സൈക്കിക് പവർ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ആ UFO കണ്ട സമയത്താണ് ഇങ്ങനെ ഒരു പവറുള്ള കാര്യം തന്നെ എനിക്ക് മനസ്സിലായത്. നീ എന്തീ പറയുന്നേ?
ഈ UFO എന്ന് പറയുന്നതൊന്നും ശരിക്കും ഇല്ല. ആ, ഇന്നലെ വരെ ഞാനും അങ്ങനെയാ വിചാരിച്ചിരുന്നേ. അത് വിട്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കിപ്പോ സമയമില്ല. നിന്റെ കയ്യിൽ സൈക്കിക് പവർ ഉണ്ടാവോന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇപ്പോ പ്രശ്നം ആ ടെർബോ ഗ്രാനിയാണല്ലേ. അവളെപ്പറ്റി നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് 100 കിലോ ഗ്രാനി എന്നായിരുന്നു അവളെ വിളിച്ചിരുന്നത്. അവളുടെ ആ പേര് പറഞ്ഞ എല്ലാവരും പേടിച്ചു വിറക്കുമായിരുന്നു. എന്നാ കുറച്ചു കാലങ്ങളായിട്ട് ആ പേരാരും കേൾക്കാതെയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ആ ടണലിനകത്ത് എന്തോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ കേട്ടത്. അതെന്താണെന്ന് അന്വേഷിക്കാൻ ഞാൻ നേരിട്ട് തന്നെ അങ്ങോട്ട് പോയിരുന്നു. സ്പിരിച്വൽ പവർ അവിടെ ഒരുപാടധികം കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. ലൊക്കേഷൻ ബോൺ സ്പിരിറ്റിനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അതുപോലെയുള്ള സ്പിരിറ്റ് ഇതുപോലെയുള്ള സ്ഥലത്തോട്ട് വന്ന് മുഴുവനും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് ആ സ്പിരിറ്റിനെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആ ടണലിനകത്ത് അങ്ങനെ ഒരു സ്പിരിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ആ ടെർബോ ഗ്രാനിയും ലൊക്കേഷൻ ബോൺ സ്പിരിറ്റും ഒരുമിച്ചാണുള്ളത്. സോ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത അതിനെ എതിർത്ത് പോരാടണമെന്നാണ് നീ ഇപ്പോ പറയുന്നത്. എനിക്കുള്ള ഒരേ ഒരു പേരക്കുട്ടിയെ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ നീ ഇത് വിട്ടേക്ക്. ആ ഗ്രാനി നിന്നെ ഒന്നും ശപിച്ചിട്ടില്ലല്ലോ, പിന്നെ അവന്റെ കാര്യം അത് അവൻ നോക്കിക്കോളും എന്ന് അവളുടെ മുത്തശ്ശി അവളോട് പറയുന്നു. ഇതേ സമയം അവളുടെ സ്ഥാനത്ത് കെന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുവാണ് അവൾ. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, സഹായം വേണ്ടവർക്ക് എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ സഹായിക്കും. ശരി, നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യ്. ഇതല്ലാതെ വേറെ വഴിയുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ഈ ടെർബോ ഗ്രാനി ഉണ്ടെന്ന് പറയുന്ന ഈ സിറ്റി മുഴുവനായിട്ടും ലൊക്കേഷൻ ബോൺ സ്പിരിറ്റിന്റെ ടെറിട്ടറി ഉണ്ട്. അതുകൊണ്ട് സിറ്റിക്ക് അതൊന്നും പുറത്തോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അവരെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ. ഹേയ്, പറയുമ്പോ ഇത് എത്ര പെട്ടെന്ന് തീർന്നുവല്ലേ, പക്ഷെ ചെയ്യാനല്ലേ പാട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഒരു ബാരിയർ ആ ടണലിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചാലോ എന്ന് പറഞ്ഞ താലിസാമൻ കാണിച്ചു കൊടുക്കുവാണ് അയാസെ. പറ്റില്ല, ഇവിടെയുള്ള ദൈവത്തിന്റെ സഹായം കാരണം മാത്രമാണ് ആ ബാരിയറിന് വേണ്ടിയുള്ള പവർ അതിന് കിട്ടുന്നത്. ഈ സിറ്റി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഓരോ സ്ഥലത്തെ ബാരിയറും അവിടെയുള്ള ഗോഡിന്റെ പവർ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കമിക്കോ സിറ്റി വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പേപ്പർ മാത്രമായിരിക്കും. ആ ടെർബോ ഗ്രാനി അവളുടെ സ്പീഡിൽ വളരെയധികം കോൺഫിഡന്റ് ആണ്. ആരെക്കൊണ്ടും അവളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നാണ് അവൾ വിചാരിക്കുന്നത്. അവളുമായിട്ട് ഒരു ഓട്ട മത്സരം വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിറ്റിയിൽ നിന്ന് അവളെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കും. ഇത് കേട്ട അയാസെ, എന്ത് ഞാനോ? എന്നെ കൊണ്ട് അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞേ? ഞാൻ ഇതാ ഇവനെ പറ്റിയാ പറഞ്ഞേ. സോ അവര് പറയുന്ന കാര്യമെല്ലാം ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ് ഓക്കറൂൺ. ശരി മുത്തശ്ശി, നിങ്ങൾക്കെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടല്ലോ. ഓ, അപ്പൊ നീ അതിന് സമ്മതിച്ചോ? നിന്റെ കയ്യിൽ അത്രയും സ്റ്റാമിനയൊക്കെ ഉണ്ടോ? ഈ മെയിൻ ഷെയിൻ വിട്ട് പുറത്തു പോയാ നിന്നെ അവൾ കൺട്രോൾ ചെയ്യുമെന്ന് നിനക്ക് അറിയാവല്ലോ. അതുകൊണ്ട് എന്റെ സഹായം നിനക്ക് വേണ്ടി വരും. ഓ, അപ്പൊ നീ ഇവളെയും പൊക്കിക്കൊണ്ട് ഓടേണ്ടി വരും. സോ അവളെയും പൊക്കിക്കൊണ്ട് ഗ്രാനിയേക്കാൾ സ്പീഡിൽ ഓടാൻ വേണ്ടി ട്രെയിനിങ് എടുക്കാൻ പറയുവാണ് മുത്തശ്ശി. നിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ നീയും നന്നായിട്ട് പഠിക്കണം എന്ന് അയാസയോടും പറഞ്ഞ് സാത്ത അവിടെ നിന്നും പോകുന്നു. എന്നോട് ക്ഷമിക്കുക അയാസെ, ആ UFO വന്ന സമയത്ത് എന്നെ കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാ എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇനി അതുപോലൊരു സിറ്റുവേഷൻ വന്നാ എന്റെ ജീവൻ പോലും നോക്കാതെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഓക്കറൂൺ അവളോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് TV കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയാണ്. ആ TV ഷോയിൽ ആ പയ്യനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ന്യൂസ് റിപ്പോർട്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ, ആ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ എന്തായി? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ട്രെയിനിങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഓക്കറൂണ് ടോയ്ലറ്റിൽ പോണോന്ന് പറയുന്നത്. എന്നാൽ അയാസ അതിന് സമ്മതിക്കുന്നില്ല. കാരണം മെൻഷൻ വിട്ട് ടോയ്ലറ്റിലോട്ട് പോകണമെങ്കിലും അയാസ അവനെ കൺട്രോൾ ചെയ്യണമെന്ന് അവൾക്കറിയാം. അല്ല, നിന്നെ കൊണ്ടെങ്ങനെയാ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ എന്ന് അവളുടെ മുത്തശ്ശി അവളോട് ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ അവന്റെ ശരീരം ഓറയായിട്ടാണ് കാണുന്നത്. എന്റെ കൈകൾ ഉപയോഗിച്ച് ആ എനർജി ഞാൻ എന്റെ കൈക്കുള്ളിലാക്കും. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും ഓറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഓറ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്നെ കൊണ്ട് അതിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്നെ കൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ശക്തി എന്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ എനിക്ക് എങ്ങനെയാ ഫീൽ ആയെന്നറിയോ? ഞാനൊരു സൂപ്പർ ഹീറോ ആയതുപോലെ. ഞാൻ വിചാരിച്ചതെല്ലാം എനിക്ക് നേടിയെടുക്കണമെന്ന് തോന്നി. എന്നാ പിന്നെയാ എനിക്ക് മനസ്സിലായത് അത് വെറും തോന്നല് മാത്രമായിരുന്നു. എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. ഹേയ് മോമോ, നീ കണ്ണടച്ച് അവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. ആ ഓറ നിന്റെ സ്കിന്നിൽ ഫീൽ ചെയ്ത് നിന്റെ കണ്ണുകൾ അടയ്ക്ക്. പതിയെ നിന്റെ ചുറ്റുമുള്ളത് ഫീൽ ചെയ്യാൻ നോക്ക്. സോ തന്റെ മുത്തശ്ശി പറഞ്ഞതുപോലെ ചുറ്റുമുള്ളത് ഫീൽ ചെയ്ത് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അയാസെ. ഇതെന്തോ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് അയാസ പറയുന്ന സമയത്താണ് അവനിപ്പോ മുഴുവനായിട്ടും മാറി എന്ന് അവളുടെ മുത്തശ്ശി പറയുന്നത്. സോ കണ്ണുകൾ അടച്ച് അവനെ കൺട്രോൾ ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അയാസെ എന്ന് പറഞ്ഞ് ടോയ്ലറ്റിലോട്ട് ഓടുവാണ് ഓക്കറൂൺ.
ഹേയ് നിന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ അയാസ് അവനെ തടയാൻ ശ്രമിക്കുന്ന സമയത്ത് അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അവൻ ടോയ്ലറ്റിലോട്ട് ഓടുന്നു. സോ ടോയ്ലറ്റിനകത്ത് കയറിയ ഓക്കറൂണിനെ അതിനകത്ത് വെച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാസെ. അയ്യോ എന്നെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇതിലും നല്ലത് ഏതെങ്കിലും ഏലിയൻ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതാ. എനിക്കിനി ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ലേ ദൈവമേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കറൂൺ. നിന്റെ പവർ നീ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് നീ ഒരു സൂപ്പർ ഹീറോ ആയെന്നല്ലേ നിനക്ക് തോന്നിയേ? അങ്ങനെയെങ്കിൽ അതാണ് നിന്റെ ശരിക്കുള്ള പവർ. എന്തോ ഒരു കാരണത്താൽ ആ പവർ ഇപ്പൊ നിന്റെ അകത്ത് സീലായിട്ട് കിടക്കുന്നു. ഇത് കേൾക്കാൻ വളരെ വിചിത്രമാണെങ്കിലും ട്രെയിനിങ് ഉപയോഗിച്ച് മുഴുവനായിട്ടും അത് പുറത്തു കൊണ്ടുവരാൻ നിന്നെ കൊണ്ട് സാധിക്കും. നിന്റെ യഥാർത്ഥ ശക്തി പുറത്തു കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. മിസ് അയാസെ ഇങ്ങോട്ട് നോക്ക് എന്ന് വിളിച്ചു പറയാണ് ഓക്കറൂൺ. നോക്കുന്ന സമയത്ത് ടോയ്ലറ്റിനകത്തിരുന്ന് അവനൊരു ഗോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗ്രാനി, ആ ടെർബോ ഗ്രാനി വന്നു. മുത്തശ്ശി നിങ്ങൾക്ക് എന്തു പറ്റി? നോക്കുന്ന സമയത്ത് അവളുടെ മുത്തശ്ശി ഇപ്പൊ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു. ഹേയ് കിളവി, എന്റെ മുത്തശ്ശിയെ നീ എന്താ ചെയ്തേ? അവളുടെ മരണം എന്റെ കൈ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതിനോടകം അവൾക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നു കാണും. ഈ ചെറിയ പയ്യൻ ആരൊക്കെയാണോ നോക്കുന്നേ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. ഇനി നിന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് ഇന്ന് രാത്രി തന്നെ ആ ടണലിലോട്ട് വാ. ഇല്ലെങ്കിൽ ഈ ചെറിയ പയ്യനെയും നിന്നെയും എല്ലാവരെയും ഞാൻ കൊന്നുകളയും. മനസ്സിലായോ നിനക്ക് എന്ന് പറഞ്ഞ ടെർബോ ഗ്രാനി ഡോർ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. സോ വീണ്ടും ഡോർ തുറന്ന അയാസ കാണുന്നത് എല്ലാം പഴയതുപോലെ ആയതാണ്. മുത്തശ്ശി എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? നിങ്ങളുടെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോമോ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഒന്ന് പറ. സോ നടന്ന കാര്യങ്ങളെല്ലാം അയാസ അവരോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ടണലിലോട്ട് പോകാൻ വേണ്ടി വളരെ വിചിത്രമായിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാം അവർ ധരിക്കുന്നു. ദുഷ്ടശക്തിയിൽ നിന്നും ഇത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. മൂത്തവര് പറഞ്ഞത് അനുസരിക്കാത്തോണ്ടാ. ഓ ശരി എന്ന് പറഞ്ഞ അയാസയും ഓക്കറൂണും അവിടെ നിന്നും പോകുന്നു. മോമോ എന്താ? ജീവനോടെ തിരിച്ചു വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ സൈക്കിളിലും പിന്നീട് ട്രെയിനിലും ആ സ്ഥലത്തോട്ട് പോകുന്നു. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേയ് ടെർബോ കള്ളക്കിളവി, ഞാനിതാ വരുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.